അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ നോമ്പ് കാലത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ നമുക്ക് വിചിന്തനത്തിനായി സഭ നൽകുന്ന അധ്യായം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ബൈബിൾ നിറയെ സ്നേഹമയായ ദൈവത്തെയും രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ക്രിസ്തുവിനെയും കാണുവാൻ സാധിക്കും. സ്നേഹം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് എല്ലാവർക്കും കിട്ടുന്നതോ കൊടുക്കുവാൻ പറ്റുന്നതോ അല്ല. നമ്മളുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പേരിനും പെരുമയ്ക്കും പ്രതാപത്തിനും വേണ്ടി കൊലയും കൊള്ളയും നടത്തി അപ്പൻ, അമ്മ, മക്കൾ, സഹോദര ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന നമ്മളോട് 1 കൊരിന്ത്യസ് 13 അധ്യായത്തിൽ എങ്ങനെയായിരിക്കണം സ്നേഹമെന്ന് പത്രോസ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസപ്പെടുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ക്രിസ്ത്യാനികളാണോ നമ്മൾ? പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുനീരിനും വേദനയ്ക്കും ഒറ്റപ്പെടലിനും നാശത്തിനും വെറുപ്പിനും നമ്മൾ കാരണമായിട്ടില്ലേ? ക്രിസ്തു പറയുന്നു, എളിയവരോട് ചെയ്യുന്നതെന്തും എന്നോട് ചെയ്തതുപോലെ. മറ്റുള്ളവരെ കാണിക്കാൻ സ്നേഹത്തിൻ്റെ വെള്ളപൂശി നടക്കുന്നവരല്ലേ നമ്മൾ? ഇത് ഗുരുതര പാപം തന്നെയാണ്. ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം പാളിപ്പോയ ജീവിതത്തെ യേശു പഠിപ്പിച്ച സ്നേഹം പോലെ തിരിച്ചു പിടിച്ച് ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തു സ്നേഹത്തിൻ്റെ മോഡലായി മാറുവാൻ ഈ നോമ്പുകാലം സർവശക്തൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.